അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്കിനകത്ത് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുവരെയുള്ള ദിവസങ്ങളിൽ വന്ന അന്നേരം തൊട്ട് ഇതുവരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതും എന്നാൽ വരുന്ന സമയത്ത് നല്ലപോലെ മികച്ച രീതിയിൽ നിന്നിട്ടുള്ളതും അതുപോലെ പോകെ പോകെ ആ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മത്സരം കാഴ്ചവെച്ചിട്ട് പോകെ പോകെ അത് മോശമായി പോയിട്ടുള്ള ഒരാളെയും വന്ന ദിവസം മോശമായിട്ട് വന്ന ആദ്യ ദിനങ്ങളിലൊക്കെ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ട് പിന്നെ പോകെ പോകെ അത് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് വന്ന ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അനുമോള് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അനീഷിനെയാണ്. അപ്പം അനീഷ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു, ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നതും അതുപോലെ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും അതിലോട്ടൊന്നും പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇപ്പം വരും ദിവസം വന്ന് പുള്ളി മോശം പ്രകടനത്തിലെത്തി ഒരു മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പുള്ളി അന്നും പുള്ളിയുടെ സ്റ്റാൻഡിൽ നിന്ന് ആണ് ഗെയിം കളിക്കുന്നത്. കാരണം ഗ്രൂപ്പിലോ മറ്റുള്ള ഇതിലോ ചെന്ന് ചാടിയിട്ടില്ല. പിന്നെ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, അത് ഗ്രൂപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യൂടെ. അതിനിപ്പം കഴിഞ്ഞ ഇപ്പം അഖിൽ മാരാറിൻ്റെ സീസണിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഖിലും അതുപോലെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഷാജുവോ, പുള്ളിയുടെ പേര് മറന്നു, അവർ രണ്ടും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ബിഗ് ബോസ് ആവുന്നത്ര ശ്രമിച്ചിട്ടും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാലും അഖിൽ മാരാറും നല്ല രീതിയിൽ ഗെയിം കളിച്ചല്ലോ, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചില്ലല്ലോ. അപ്പം ഇതിലും ഷാനവാസ് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൽ ഗ്രൂപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അനീഷ് നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട്, നല്ലപോലെ തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തു. അപ്പം അത് അനു പറഞ്ഞതിൽ അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ചിലപ്പം പുള്ളിക്കാരിക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഉള്ള കാഴ്ചപ്പാടായിരിക്കും പറയുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക്, നമുക്ക് വെളിയിൽ നിന്ന് കാണുന്ന 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നൂറയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വന്ന സമയത്ത് ആദിലയുടെ നിഴലായിരുന്നു നൂറ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ആ നിഴലിൽ നിന്നൊക്കെ മാറി നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ആ നിഴലിൽ നിന്ന് മാറി നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും ആദിലയുടെ കൂടെ ചേർന്നിട്ട് ഈ നൂറയും വെറും തറയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് നൂറെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നൂറ ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് വരുന്നുണ്ട്, അനുമോളെ നിഴലിൽ നിന്നൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വീണ്ടും പുള്ളിക്കാരി ആദിലയുടെ നിഴലിൽ തന്നെ തൂങ്ങി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വെറുപ്പിച്ച് അങ്ങേ അറ്റത്തോടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ആദിലയും നൂറയും. ആദിലയുടെ കൂടി ഇപ്പം നൂറ വീണ്ടും അതിലേക്കാളും മോശം സ്വഭാവമായി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ആദിലയുടെയും അനീഷിൻ്റെയും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ അനീഷിൻ്റെ പുറത്ത് വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നത്. അപ്പം അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവരെ ഒരു പ്രശ്നം ഇങ്ങനെ ഈ ആഴ്ച ഫുള്ള് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് തൊട്ട് ആദിലെ അനീഷ് നോമിനേറ്റ് ചെയ്തു, ഓപ്പൺ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്തു, അന്നേരം തൊട്ട് ആദിലയ്ക്ക് അനീഷിനെ കാണുമ്പോഴും ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഈ അനീഷാണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. അപ്പം പുള്ളിക്കാരൻ പറയുന്ന ജോലികളൊന്നും ഈ ആദില ചെയ്യുന്നില്ല. കല്ലി നെവർ മൈൻഡോടുകൂടിയാണ് എല്ലാം കേൾക്കുന്നത്. അപ്പം അനീഷിനെ കാണുമ്പോഴെല്ലാം ചൊറിഞ്ഞുള്ള സംസാരവും കഴിഞ്ഞ ടാസ്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ടാസ്കൊക്കെ റദ്ദാക്കി. അപ്പോൾ ബിഗ് ബോസ് ഇന്നത്തെ ലൈവിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നൊരു ടാസ്ക്, മാന്യമായിട്ട് തന്നെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ട് ബിഗ് ബോസ് ഇന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ടാസ്ക് നിങ്ങൾ കളിച്ച് കുളമാക്കി കളഞ്ഞു. അതുകൊണ്ട് ആ ടാസ്ക് റദ്ദ് ചെയ്ത്, നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും മണ്ടന്മാരാണ്. കാരണം അത്രയും നല്ലൊരു ടാസ്ക് കിട്ടി അതിലൂടെ കോയിൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാനുള്ളതിന് നിങ്ങൾ ആ ടാസ്ക് വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഇനി അങ്ങോട്ടുള്ള നോമിനേഷൻ ആയിക്കോട്ടെ, അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നോമിനേഷൻ ഫ്രീക്ക് വേണ്ടി നിങ്ങൾ ആ ഒരു ടാസ്ക് കളിച്ച് കോയിൻ നേടിയെടുക്കാനുള്ളതിന് നിങ്ങൾ ആ ടാസ്ക് തുലച്ച് കളഞ്ഞു. അതുകൊണ്ട് ആ ടാസ്ക് റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, ആ ടാസ്ക് കുളമാക്കി കളഞ്ഞു, നല്ലൊരു ടാസ്ക് അല്ലായിരുന്നു. അപ്പം
ആദിലയ്ക്ക് അനീഷിനോട് പേഴ്സണൽ ഒരു വൈരാഗ്യം വെച്ചിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അപ്പം ഇന്നലെയും അനീഷും അതുപോലെ ആദിലും തമ്മിൽ രാവിലെ കിച്ചണിൽ വെച്ചിട്ട് സംസാരം ഉണ്ടായിരുന്നു. കാരണം അനീഷാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഓരോ ആൾക്കാർക്കും ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആൾട്ടർനേറ്റീവ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം പാത്രം കഴുകുന്ന വെസൽ ടീമാണല്ലോ ഇവർക്ക്. അപ്പോൾ പാത്രം കഴുകുന്ന അനീഷ് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട്. അപ്പോൾ രാവിലെ അനീഷൊക്കെ കഴുകി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ജിഷനും ആദിലെയാണ് കഴിവേണ്ടത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ ഉച്ചയ്ക്ക് കഴിവാനുള്ളതിന് രാവിലെ വന്ന് ആദില കഴിവുന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ജിഷന്റെയും ആദിലയുടെയും ഡ്യൂട്ടി ഉച്ചയ്ക്കാണല്ലോ, പിന്നെ എന്തിന് രാവിലെ കഴിവണമെന്നും പറയുന്നുണ്ട്. അപ്പം ആദില അവിടെ ചുമ്മാ അനീഷ് പറയുന്നതിന് ചുമ്മാ ട്രിഗർ ചെയ്ത് സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം അനീഷ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്കും കഴിയേ പറ്റൂ, അത് സമ്മതിച്ചു തരത്തില്ല, ഉച്ചയ്ക്കും കഴിയേ പറ്റൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ അനീഷിനെ ഇങ്ങനെ വെറുപ്പിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ആദില ചെയ്യുന്നത്. ഇന്നും രാവിലെ ആദിലയും ജിഷനുമാണ് പാത്രം കഴുകേണ്ടത്. ജിഷന്റെ പകുതി പാത്രം കഴുകി വെച്ചു, ബാക്കി ആദിലയുടെ പാത്രങ്ങൾ അവിടെ വെച്ചു. ജിഷന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉച്ചയാവാറായിട്ട് പോലും ബാക്കി പാത്രങ്ങൾ കഴുകിയിട്ടില്ല. കാരണം അത് കഴിയാൻ മാത്രമാണല്ലോ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ഞാൻ 100% അനീഷിന്റെ കൂടെ തന്നെയാണ് ഞാൻ. കാരണം എന്താ അറിയോ, ഇതിനകത്ത് ന്യായം അനീഷിനാണ്. ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ. അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ കേൾക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നീ ആരാണ് ചോദിക്കാൻ, നീ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു രീതിയൊന്നും അതൊക്കെ ശരിയല്ലടേ. കാരണം ഇത് ഒന്നാമത്തെ കാര്യം അവിടെ എല്ലാവരും തുല്യത കൂടുകയാണ്, എല്ലാവരും ഒരുപോലെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ജോലി ചെയ്യാതെ മറ്റു 3 പേരും ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഇതല്ല, അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ആവുന്നത്ര അനീഷ് ആദിലെടുത്ത് വന്ന് പറയുന്നുണ്ട്, ആദിലെ പോയി പാത്രം കഴുകൂ. കാരണം ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് വെക്കാനുള്ളതാണ്. അപ്പൊ പാത്രം കഴുകി കൊടുത്താൽ മാത്രമേ അവർക്ക് ഫുഡ് വെപ്പ് നടക്കൂ. പാത്രം കഴിവില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, കാരണം ഫുഡ് ലേറ്റ് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് തവണ ആദിലെടുത്ത് വന്ന് പറഞ്ഞിട്ട് പോലും ഈ ആദില അത് മൈൻഡ് ആക്കാതെ ഞാൻ പിന്നെ കഴുവാം, അല്ലെങ്കിൽ ഞാൻ കഴിവുന്നില്ല, താൻ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, താൻ ആരാണ് ചോദിക്കാൻ, എൻ്റെ വാപ്പയാണോ മൂത്താപ്പയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരം, വെറുപ്പിക്കുന്ന സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഈ അനീഷ് സഖി കേട്ടിട്ട് അനീഷ് കഴിവാനായിട്ട് പോകുന്നു. അനീഷ് കഴിവാൻ പോയപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അനീഷിന്റെ പിറവിലൂടെ വന്നിട്ട് അവിടെ ഇരുന്ന കരണ്ടിയും പാത്രവും എല്ലാം കൂടെ തട്ടിയെടുത്ത് കളയുന്നു. അനീഷിനെ കൊണ്ട് കഴിവാൻ തമ്മയ്ക്കാതെ അനീഷിന്റെ പിറത്ത് അവിടെ ഇരുന്ന വെള്ളം എടുത്ത് അനീഷിന്റെ പിറത്തോട്ട് എടുത്തൊഴിക്കുന്നു. വളരെ മോശം പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം, വെറും ചന്തേക്കാളും അങ്ങേ അറ്റത്തെ സ്വഭാവമാണ് ആദിലിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം കേട്ടോ. കാരണം ഒരു ക്യാപ്റ്റൻ ഇപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, പക്ഷെ എനിക്കങ്ങനെ ന്യായമായിട്ട് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഉത്തരവാദിത്തം കാണിച്ചു. കാരണം വിളിക്കേണ്ടതും പറയേണ്ടതും ഒരാളെ കൊണ്ട് ജോലി എടുപ്പിക്കേണ്ടതും ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം, അതുകൊണ്ടാണ് പുള്ളിയെ ക്യാപ്റ്റനായിട്ട് നിയമിച്ചിരിക്കുന്നത്. അല്ലേ പിന്നെ ഒരു ക്യാപ്റ്റന്റെ ആവശ്യമില്ലല്ലോ. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനാണെങ്കിൽ ക്യാപ്റ്റന്റെ ആവശ്യമില്ലല്ലോ. ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാനാണെങ്കിൽ അവരവർക്ക് സ്വന്തമായിട്ടങ്ങ് ചെയ്താൽ പോരെ. ഇവരെയൊക്കെ കൊണ്ട് ജോലി എടുപ്പിക്കാനും അവർക്ക് കിട്ടിയിരിക്കുന്ന ഇത് ഇപ്പം വെസലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും അത് ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്യാപ്റ്റൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും കാണിച്ചത് ഭയങ്കര മോശമാണ്. അപ്പൊ ഷാനവാസ് അവിടെ നിന്ന് കണ്ടോണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിൽ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? കാരണം അയാളോട് എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? വെള്ളം എടുത്ത് എന്തിനാണ് പുറത്തോട് ഒഴിച്ചത്? കാരണം നിന്നോട് രാവിലെ തൊട്ട് അയാൾ ഇത് കഴിവെന്നൊരു 40 വട്ടം പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും നീ കഴിവാതെ ഇപ്പം അയാൾ കഴിവാമെന്ന സമയത്ത് നീ എന്തിനു പിന്നെ അയാളോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ചോദിച്ചു കേട്ടോ. ഇത് വിട്ടുകൊടുക്കുകയും ചെയ്ത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ലാലേട്ടനൊക്കെ ഉറപ്പായിട്ടും ഇതിനെതിരെ ഒരു നടപടിയെങ്കിലും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്ന് വഴക്കെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അല്ലെ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആദിലയുടെ ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര വൈരാഗ്യത്തോടെയാണ് ഈ അനീഷിനോട് പെരുമാറുന്നത് ഈ ആദില. പിന്നെ നെവിനും അഭിലാഷും തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഫൈറ്റ് തന്നെയായിരുന്നു. അപ്പം അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തല്ലോ. അപ്പോൾ അതിനകത്ത് അഭിലാഷ് നെവിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. അതാണ് നെവിന് കയറി അങ്ങോട്ട് കൊണ്ടത്. അഭിലാഷ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ വന്ന സമയത്തൊക്കെ നല്ല എന്റർടൈനർ ആയിരുന്നു, നല്ലപോലെ ഗെയിമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പാഴ് വസ്തു നെവിനാണ്, ഒരു എന്റർടൈനിങ്ങും ഇല്ല, ഒരു ഗെയിമും കളിക്കുന്നില്ല എന്ന് അഭിലാഷ് ഒന്ന് പറഞ്ഞു, ഒരു സത്യം അങ്ങോട്ട് പറഞ്ഞു പോയി.
ജനങ്ങൾക്കും അറിയാം അഭിലാഷ് ആ പറഞ്ഞതിൽ അഭിലാഷ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്ന് ജനങ്ങൾക്കും അറിയാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നെവിൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ എനിക്കിപ്പം മനസ്സില്ല, ബിഗ് ബോസ് ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്, എന്തോ ബിഗ് ബോസ് ഒരു ഇത് പാർഷ്യാലിറ്റി കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും കാണിക്കാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ അഭിലാഷിന്റെ അടുത്ത് ചൂടാവുകയാണ്. അപ്പോൾ അഭിലാഷും പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ മതി, നീ വന്ന സമയത്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, നീ നല്ല രീതിയിൽ ആൾക്കാരെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം നിന്റെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാം, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റ് കേട്ടോ. അപ്പം ഇവിടെ ഈ നെവിന്റെ കാര്യം എടുത്തു പോയി കഴിഞ്ഞാൽ ശരിയാണ്, നെവിൻ അവിടെ എന്താണ് ചെയ്യുന്നത്? നെവിൻ ഒരു മാങ്ങാത്തൊലിയും ചെയ്യുന്നില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിക്കാത്തില്ല, കപ്പലിൻ്റെ ഇട്ട് കുറിക്കുന്ന പോലെ തിന്നുകൊണ്ടിരിക്കുക, ടാസ്ക് നടക്കുമ്പോഴും വായിക്കാത്തിട്ട് എന്തൊക്കെയോ ചവച്ചരച്ച് തിന്നുകൊണ്ടിരിക്കുക. ടാസ്കിനകത്ത് കണ്ടില്ലേ, നെവിന് ഓറഞ്ച് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു, അതെടുത്ത് കുടിക്കുന്നു, ലാലേട്ടൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് മറ്റേ കേക്ക് കഴിക്കുന്നു, ചോറ് തിന്നാൻ പോകുന്നു. അപ്പം ഇതൊക്കെ എന്നിട്ട് കിച്ചണിൽ കയറി അത് ഉണ്ടാക്കുന്ന സമയത്ത് ആരോ ഒരു കഴിഞ്ഞ ആഴ്ച ലൈവിലാണെന്ന് തോന്നുന്നു. അപ്പം ഈ നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഇഷ്യൂ ആയിട്ട് അപ്പം ആരോ ചോദിക്കുന്നുണ്ട്, നെവിൻ ആ കാണിക്കുന്നത് എന്ത് ശരിയാണോ? ജിഷനാണെന്ന് തോന്നുന്നു, ജിഷനായിരുന്നല്ലോ ക്യാപ്റ്റൻ കഴിഞ്ഞ വീക്കിൽ. അപ്പം നെവിൻ ആ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നെവിൻ പറയുന്നുണ്ട്, ഇതിലും എനിക്കുണ്ടായ അപമാനത്തിൽ കൂടുതലൊന്നും അല്ലല്ലോ ഇതൊന്നും. അപ്പം ഇതെല്ലാം വലിയ മൈൻഡിലാണ് പുള്ളി അവിടെ എടുക്കുന്നത്, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവിടെ ഉള്ള അവർക്ക് കിട്ടുന്ന റേഷനും കാര്യങ്ങളും കട്ട് തിന്നുക, എന്ത് വാടേ ഈ സാധനത്തിനെയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഇതുപോലുള്ള വേസ്റ്റ് കണ്ടസ്റ്റൻസിനെ ഒരുപാട് കുറേ എണ്ണം ഉണ്ട് ഇതുപോലുള്ള. ഇനിയെങ്കിലും ബിഗ് ബോസ് ടീം ഇതുപോലുള്ള വേസ്റ്റ് കണ്ടസ്റ്റൻസിനെ എടുത്തിട്ട് ജനങ്ങളെ വെറുപ്പിക്കരുത്. എന്തിനാണ് നിങ്ങളെ കയ്യിരിക്കുന്ന പൈസ മാസം എണ്ണി ഈ വേസ്റ്റിനൊക്കെ കൊടുക്കുന്നത്? ഈ നെവിനൊക്കെ വെറുതെയാണ് പൈസ കൊടുക്കുന്നത്. 3-4 നേരം ചാപ്പാട്, പൈസ, എന്തുവാടേ ഇതൊക്കെ. അപ്പം ഈ നെവിനും അഭിലാഷും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അഭിലാഷിൻ്റെ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്, അഭിലാഷിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷെ വേറെ ചില കാര്യത്തിൽ അഭിലാഷ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടിക്കുന്ന, അവിടെ അപ്പുറ വെള്ളവും നിൽക്കും ഇപ്പുറ വെള്ളവും നിൽക്കും, അവിടെയും പോയി സോപ്പിട്ട് കലക്കി പ്രശ്നം ഉണ്ടാക്കും, ഇപ്പുറവും വന്ന് സോപ്പിട്ട് കലക്കി പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവമാണ് അഭിലാഷിൻ്റെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിലാഷ് പറയുന്ന പോയിന്റുകളൊക്കെ കറക്റ്റാട്ടോ. കാരണം നോമിനേഷൻ്റെ സമയം വന്നപ്പോഴും അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം ഇവിടെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകേണ്ട അവസ്ഥ വരുമെന്ന് വെച്ചാൽ സാബുമാനെ പോലെ ഇപ്പം ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് ഇറക്കി വിടുക, അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്തു പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പോയിന്റുകളൊക്കെ ഈ അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ നെവിൻ്റെ ഒരു കാര്യത്തിൽ അഭിലാഷ് പറഞ്ഞത് 100% ഉള്ള കാര്യമാണ്. വന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള നെവിനെയൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു, പുള്ളി എന്തെങ്കിലുമൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, എന്റർടൈനിങ് ആണെങ്കിലും മണ്ണക്കട്ടയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വെറുപ്പീരായി. അതുപോലെ ബിന്നിയും പിന്നെ ഷാനവാസും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല. അപ്പം ഈ ഒന്നത്തെ കാര്യം പറയട്ടെ, ഈ വട്ടത്തെ കിച്ചൺ ടീം ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് അവർ നിന്നത്. കാരണം ബിന്നിയാണല്ലോ ക്യാപ്റ്റൻ. വളരെ മോശമായിരുന്നു ഈ വട്ടത്തെ കിച്ചൺ ടീം കേട്ടോ. കിച്ചൺ ടീം കാരണം മൊത്തത്തിൽ സ്ലോ ആയിരുന്നടേ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള രാവിലത്തെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം ലേറ്റായിട്ടാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ ഫെയിലായി, ബിന്നിയുടെ ക്യാപ്റ്റൻസി ഫെയിലായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം രാവിലെ ഷാനവാസ് വന്ന് ഈ കിച്ചണിൽ ഹെൽപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ കുളിക്കാൻ പോകുന്നു. കുളിച്ചിട്ട് വരുന്ന സമയത്ത് മോർണിംഗ് ടാസ്ക് തുടങ്ങുന്നു. അപ്പം ടാസ്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഷാനവാസിന് ചപ്പാത്തി ഇല്ല, ചപ്പാത്തിയൊക്കെ കുറവ്, ചപ്പാത്തി ആരൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം ബിന്നി എടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചപ്പാത്തി ആരെ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ബിന്നി വളരെ മോശമായിട്ട് പറയുന്നുണ്ട്, ഒരു ക്യാപ്റ്റനാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല, കിച്ചണിൽ ഇരിക്കുന്ന ഫുഡിന് അതാണ് ഞാൻ പറഞ്ഞൊരു കൺട്രോൾ വേണം. കാരണം കൺട്രോൾ ഇല്ലെങ്കിൽ ഒരാളെ ഫുഡും കൂടെ ഒന്നാതെ റേഷന് ഷോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മറ്റൊരാളെ ഫുഡും കൂടെ ഒരാൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? പട്ടിണി കിടക്കും. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഒരാളിപ്പം വലിയൊരു അവിടെ വലിയ ആളായി, ഒരാളിപ്പം ചെറിയ ആളായി. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിലാണ്, തുല്യമായിട്ടാണ് അവിടെ ഫുഡും കാര്യങ്ങളും സെർവ് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് നെവിനായിരിക്കും കേട്ടോ. അതൊന്നും ഞാൻ എടുത്തോണ്ട് പോകുന്നത് കഴിക്കുന്നതെന്നും ആരാന്ന് ഞാൻ കണ്ടില്ല. അപ്പം ഇവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വെച്ചുള്ള സംസാരങ്ങളുമാണ് ഞാൻ കണ്ടത് ലൈവ് വെക്കാൻ നേരത്ത്. അപ്പം എടുത്തോണ്ട് പോയത് ആരാന്ന് മിക്കവാറും നെവിനായിരിക്കും കേട്ടോ. അവൻ മാത്രമേ അങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യത്തുള്ളൂ. എനിക്കൊരു കണ്ടില്ല, ഞാൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞതാണ്. കാരണം അവനെ അങ്ങനെ ചെയ്യൂ, അവനിക്ക് മാത്രമല്ല ഈ കൊക്കപ്പുഴുവിൻ്റെ അസുഖമുള്ളൂ അവിടെ. അപ്പോൾ ഷാനവാസ്
ബെന്നി എടുത്ത് ചോദിക്കുന്ന സമയത്ത് ബെന്നി വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ എവിടെ പോയിരുന്നു, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയോണ്ടല്ലേ ബാക്കിയുള്ളവരെ എടുത്ത് കഴിച്ചത്, അപ്പം നിങ്ങൾ ഇവിടെ കാണണമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത്, കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾക്ക് ഇപ്പം കക്കൂസി പോകാൻ മുട്ടി, കക്കൂസി തൂറാൻ മുട്ടി, അപ്പം എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകണോ, അതോ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് തൂറണോ? അപ്പൊ അവിടെ പോയി കക്കൂസി പോയി വന്നു കഴിഞ്ഞിട്ടല്ലേ ഈ ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പം ഒരാൾ അങ്ങോട്ട് മാറുന്ന സമയത്ത് അയാളെ ഫുഡ് എടുത്ത് വേറൊരാൾ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഒന്നാമത് ഷാനവാസിന് ഗുളികയും മെഡിസിനും കാര്യങ്ങളൊക്കെ തിന്നുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കറക്റ്റ് സമയത്ത് പുള്ളിക്ക് ഫുഡ് കഴിക്കണം. ഇനി സമയം വൈകിയാണെങ്കിലും പുള്ളിക്ക് കിട്ടേണ്ട ഫുഡ് പുള്ളിക്ക് കിട്ടിയല്ലേ പറ്റൂ. അപ്പം ഇവിടെ ബെന്നി വളരെ മോശമായിട്ടാണ് അവിടെ സംസാരിച്ചത്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. പക്ഷെ അവിടെ ന്യായം ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഒരാളെ കൂടെ ഫുഡ് എടുത്ത് കഴിക്കാൻ അവിടെ എല്ലാവരും തുല്യമായിട്ട് എല്ലാവർക്കും വിശപ്പുണ്ടേ. പക്ഷെ അവിടുത്തെ റേഷന്റെയും ഡയറ്റിന്റെയും കാര്യം കാരണം എല്ലാവരും കുറച്ച് കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവനായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയുള്ള ലൈവില്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.